അങ്ങനെ കാത്തിരുന്ന ആപ്പിളിൻ്റെ 18.4 അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തേക്കുവാണ്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റ് ഒരു ഹ്യൂജ് അപ്ഡേറ്റ് ആണ്. കാരണം 3.76 GB ആണ് iPhone 15, 16 സീരീസിൽ ലഭിച്ചിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് സൈസ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം തന്നെ മറ്റ് ഡിവൈസുകളിലും പുതിയ അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വന്നേക്കുന്ന ചേഞ്ചസ് ആൻഡ് ഫീച്ചേഴ്സിലേക്ക് പോകാം. ആദ്യം ആപ്പിൾ ഇൻ്റലിജൻസ് പരമായിട്ട് ആപ്പിൾ കൊണ്ടുവന്നേക്കുന്ന പുതിയ മാറ്റങ്ങൾ, അത് വിഷ്വലി ആയിട്ടുള്ള ചേഞ്ചസും ഉണ്ട്, അതോടൊപ്പം അഡീഷണലി വന്നേക്കുന്ന ഫീച്ചേഴ്സും ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ആപ്പിൾ ഇപ്പം വിഷ്വൽ ഇൻ്റലിജൻസ് പറഞ്ഞ ഈ ഒരു ഫീച്ചർ, അതായത് iPhone 16 Pro സീരീസിൽ നമുക്കറിയാം, അല്ലെങ്കിൽ 16 സീരീസിൽ ഈ ഒരു ക്യാമറ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് വിഷ്വൽ ഇൻ്റലിജൻസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ iPhone 15 സീരീസിൽ സീരീസിലും നമുക്ക് വിഷ്വൽ ഇൻ്റലിജൻസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇത് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കൺട്രോൾ സെൻറ്ററിൽ പോവുക, ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ആഡ് കൺട്രോൾസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിഷ്വൽ ഇൻ്റലിജൻസ്. അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടുന്ന് ഡയറക്റ്റ്ലി ഈ ഒരു ഗിഫ് ഐക്കൺ ഉപയോഗിച്ച് നമുക്ക് വിഷ്വൽ ഇൻ്റലിജൻസ് ആക്സസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ iPhone 15 സീരീസിൽ നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആക്ഷൻ ബട്ടണിൽ നമുക്കിപ്പം ഈ ഒരു വിഷ്വൽ ഇൻ്റലിജൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്, ലോക്ക് സ്ക്രീനിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസേഷൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്വിക്ക് ആക്ഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. അതിൽ നമുക്കിപ്പം പുതിയ ആഡ് ഓപ്ഷനിൽ ഈ ഒരു വിഷ്വൽ ഇൻ്റലിജൻസ് ഡയറക്റ്റ്ലി ലോക്ക് സ്ക്രീനിൽ നിന്ന് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2, ആപ്പിൾ ഇൻ്റലിജൻസ് ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്ന പോലെ പുതിയ അഡീഷണൽ 8 ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ലോക്കൽ ഇംഗ്ലീഷ് ലാംഗ്വേജസിലും അവൈലബിൾ ആണ്. പിന്നീട് കൺട്രോൾ സെൻറ്ററിൽ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ടോക്ക് ടു സിറി ആക്സസ് ചെയ്യാൻ സാധിക്കും. താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ടോക്ക് ടു സിറി എന്ന് പറയുന്ന പുതിയ ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സിറിനെ ഈ ഒരു പവർ ബട്ടൺ ഉപയോഗിച്ച് ഇൻവോക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. പിന്നീട് വന്ന മാറ്റം നോട്ടിഫിക്കേഷൻസിലാണ്. പ്രയോറിറ്റൈസ്ഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ ആപ്പിൾ ഇപ്പം എനേബിൾ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് സെക്ഷൻ്റെ താഴെയായിട്ട് നേരത്തെ ഉണ്ടായിരുന്നത് സമ്മറൈസ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു, ഇപ്പം പ്രയോറിറ്റൈസ്ഡ് നോട്ടിഫിക്കേഷൻ ആപ്പിൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത, ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നമുക്ക് ലഭിക്കുന്ന നോട്ടിഫിക്കേഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ച് നമുക്കൊരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് ലോക്ക് സ്ക്രീനിൽ പോപ്പപ്പ് ചെയ്യും അല്ലെങ്കിൽ കാണിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് നോട്ടിഫിക്കേഷൻസ്, നോർമൽ നോട്ടിഫിക്കേഷനേക്കാൾ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് സെക്ഷനായിട്ടായിരിക്കും ഈ ഒരു പ്രയോറിറ്റൈസ്ഡ് നോട്ടിഫിക്കേഷൻ ആപ്പിൾ ലോക്ക് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നത്. പിന്നീട് വന്ന മാറ്റം ഇമേജ് പ്ലേ ഗ്രൗണ്ടിലാണ്. നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്ന ഇമേജിലോ അല്ലെങ്കിൽ പുതുതായിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ഇമേജിലാണെങ്കിലും നമുക്ക് സ്കെച്ച് എന്ന് പറയുന്ന പുതിയ സ്റ്റൈൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴത്തെ ഈ പ്ലസ് ഐക്കണിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈലുകൾ കാണാൻ സാധിക്കും. പ്രീവിയസ്ലി ഉണ്ടായിരുന്നത് ആനിമേഷനും ഇലിസ്ട്രേഷനാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പം സ്കെച്ച് എന്ന് പറയുന്ന പുതിയ ഈ ഒരു സ്റ്റൈൽ ആപ്പിൾ ആഡ് ചെയ്തേക്കുന്നത്. ഫൈനലി വന്നൊരു വിഷ്വൽ ചേഞ്ച് മെസ്സേജസ് ആപ്പിൽ ജെൻ ഇമോജീസ് ആക്സസ് ചെയ്യാനാണ്. അതായത് നേരത്തെ പ്രീവിയസ്ലി ഉണ്ടായിരുന്നത് നമുക്കിവിടെ ഒരു ഗിഫ് ഐക്കൺ മാത്രമേ ഉണ്ടായിരുന്നു, അതിൽ ടാപ്പ് ചെയ്ത് ജെൻ ഇമോജി ആക്സസ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കൊരു ഡെഡിക്കേറ്റഡ് ജെൻ ഇമോജി എന്ന് എഴുതിയേക്കുന്ന ഒരു ടാബാണ് വന്നേക്കുന്നത്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജെൻ ഇമോജീസ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും ചേഞ്ചസുമാണ് ആപ്പിൾ ഇൻ്റലിജൻസ് റിലേറ്റ് ചെയ്തിട്ട് iOS 18.4 അപ്ഡേറ്റിൽ വന്നേക്കുന്നത്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് iOS 18.4 സപ്പോർട്ട് ചെയ്യുന്ന iPhone XS മുതൽ 16 Pro Max വരെയുള്ള എല്ലാ ഡിവൈസുകളിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സും ചേഞ്ചസുമാണ്. അതിലെ ആദ്യത്തെ കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാറ്റമാണ്. അതായത് ആപ്പിൾ മ്യൂസിക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ പുതിയ ആംബിയൻ മ്യൂസിക് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ, ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ 4 കൺട്രോൾസ്, ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ആഡ് കൺട്രോൾസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആംബിയൻ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ടാബ്. അതിൽ സ്ലീപ്പ്, ചിൽ, പ്രൊഡക്ടിവിറ്റി ആൻഡ് വെൽബീയിങ് എന്ന് പറഞ്ഞ 4 മോഡ് നമുക്ക് ആംബിയൻ മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ കറണ്ട് ആ ഒരു മോഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അടിപൊളി, അതായത് ഇത് നമുക്ക് നോർമലി ആപ്പിളിൻ്റെ മ്യൂസിക് ആപ്പിൽ പോയാൽ നമുക്കിവിടെ എങ്ങും ഈ ഒരു ആംബിയൻ മ്യൂസിക് എന്ന് പറഞ്ഞ ഫീച്ചറെ കാണാൻ സാധിക്കത്തില്ല. ഒൺലി ത്രൂ നിങ്ങൾക്ക് ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്ന ടൈമിലോ നിങ്ങളുടെ അപ്പോഴത്തെ ആ ഒരു മോഡ് അനുസരിച്ച് നിങ്ങൾക്ക് അടിപൊളി ആ ഒരു ആംബിയൻ മ്യൂസിക്സ് ആസ്വദിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ 10-ലധികം പുതിയ സിസ്റ്റം ലാംഗ്വേജസ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സെറ്റിംഗ്സിൽ നിങ്ങൾ പോവുക, ജനറൽസ് ഓപ്ഷനിൽ പോയി താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ലാംഗ്വേജ് ആൻഡ് റീജിയൻ ഓപ്ഷനിൽ പോയി റീജിയൻ ഇന്ത്യ ആണ് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആഡ് ലാംഗ്വേജ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബംഗാൾ, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, മറാത്തി, ഒഡീഷ, പഞ്ചാബി, തമിഴ്, മലയാളം ഇങ്ങനെയുള്ള സിസ്റ്റം ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ കീബോർഡ് മാത്രമല്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എൻ്റയർ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മലയാളം ഇനി മുതൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ വീണ്ടും മലയാളം ആഡ് ചെയ്യുവാണ്. യൂസ് മലയാളം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി കംപ്ലീറ്റ് ഡിവൈസിൻ്റെ ലാംഗ്വേജ് മലയാളത്തിലായിരിക്കും. കംപ്ലീറ്റ് സെറ്റിംഗ്സും ഓപ്ഷൻസും എല്ലാം മലയാളത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതുവരെ ആപ്പിൾ കൊടുക്കാത്തൊരു ഫീച്ചറായിരുന്നു ഈ ഒരു മലയാളം
അതായത് ലോക്കൽ ലാംഗ്വേജിൽ നമുക്ക് സിസ്റ്റം ലാംഗ്വേജ് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. ഈവൻ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ പോലും അത് വിസിബിൾ ആണ്. ഇവിടെ ടോപ്പിൽ കാണാം ആ ഒരു ഡേറ്റ് ഒക്കെ കൊടുത്തേക്കുന്നത് മൊത്തത്തിൽ മലയാളത്തിലാണ്. അടുത്തത് ബ്ലൂടൂത്തും വൈഫൈയിലുമാണ്. അതായത് നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് ബ്ലൂടൂത്ത് വൈഫൈ റേഞ്ചുകൾ മാറുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ആവും. 1 ഘട്ട 2 ഘട്ട അതേ മാറ്റങ്ങൾ ഇനി മുതൽ ഈ ഒരു ഗിഫ് കൺട്രോളുകളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് വോളിയം ആൻഡ് ബ്രൈറ്റ്നസ് സ്ലൈഡറിൽ വന്നൊരു ചേഞ്ചാണ്. അതായത് നമുക്കിവിടെ കാണാം വോളിയം സ്ലൈഡർ നമ്മൾ അങ്ങോട്ട് മാറ്റുന്നതനുസരിച്ച് കളറിൽ വ്യത്യാസമൊന്നും ആ ഗിഫ് ഐക്കണിൽ കാണാൻ സാധിക്കത്തില്ല. എന്നാൽ നിങ്ങൾ പുതിയ അപ്ഡേറ്റിൽ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ ഈ ഒരു വോളിയം സ്ലൈഡർ ഞാൻ കുറയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ കളർ മാറി വൈറ്റ് ആണെന്ന് കാണാൻ സാധിക്കും. ഏറ്റവും ലോവർ ഡൗൺ ചെയ്യുമ്പോൾ വൈറ്റ് കളറാണ്, മേളിലേക്ക് പോകുമ്പോൾ അത് ബ്ലൂ കളറാവും. ഇതേ മാറ്റം തന്നെ നമ്മുടെ ബ്രൈറ്റ്നസ്സിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ യൂണിക്കോഡ് സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഇമോജികൾ, ഫേസ് വിത്ത് അണ്ടർ ഐ, ഫിംഗർ പ്രിൻറ്റ്, ഇങ്ങനെയുള്ള ഇമോജീസ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റോടെ ആപ്പിൾ നഷ്ടപ്പെട്ടു പോയ 15 സീരീസിൻ്റെ വാൾപേപ്പേഴ്സ് എല്ലാം തന്നെ ആപ്പിൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ഈ ഒരു സെക്ഷനിലേക്ക് കളക്ഷൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ 15 സീരീസിൻ്റെ ഒറിജിനൽ വാൾപേപ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നീട് പ്രൈവസി ലേബൽസിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. നമുക്കിപ്പോൾ കാണാം പ്രൈവസി ലേബലിൽ ഇപ്പം സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു ഡൈനാമിക് ഐലൻഡിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പ്രീവിയസ്ലി ഈ ഒരു ഡൈനാമിക് ഐലൻഡിനകത്തായിരുന്നു ഈ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മൈക്രോഫോണിൻ്റെ പ്രൈവസി ലേബലാണ് നിങ്ങൾ ഈ കാണുന്ന ഓറഞ്ച് കളറിലെ ഡോട്ട്. അത് ഈ ഒരു ഡൈനാമിക് ഐലൻഡ് അകത്തായിരുന്നു. എന്നാൽ ഈ പുതിയ അപ്ഡേറ്റോടെ ഇപ്പം ഡൈനാമിക് ഐലൻഡിൽ നിന്ന് മാറി അത് സെപ്പറേറ്റ് ഒരു ഓപ്ഷനായിട്ട് ഇപ്പം നിൽക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ക്യാമറ ആക്സസ് ചെയ്യുമ്പോഴുള്ള പച്ച ഡോട്ട്, നാവിഗേഷൻ ആക്സസ് ചെയ്യുമ്പോൾ നീല ഡോട്ട്, ഈ ഒരു രീതിയിലായിരിക്കും പ്രൈവസി ലേബൽസ് ഇനി മുതൽ ആപ്പിൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നീട് ഡിഫോൾട്ട് ആപ്പിൻ്റെ സെറ്റിംഗ്സിൽ ആപ്പിൾ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമുള്ളതാണ് ഡിഫോൾട്ട് ആപ്പ് ഓപ്ഷൻ. അതിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന അഡീഷനാണ് ട്രാൻസ്ലേഷൻ എന്നുള്ളത്. സോ നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ള ആപ്പിളിൻ്റെ ട്രാൻസ്ലേറ്ററിന് പകരം മറ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അതുപോലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇനി മുതൽ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാനാണ്. എന്നാൽ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിൽ ആപ്പിൾ നാവിഗേഷനുള്ള ഡിഫോൾട്ട് ആപ്പ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊടുത്തിട്ടുണ്ട്. സെറ്റിംഗ്സിലെ സിറി വോയിസിനകത്ത് ആപ്പിൾ പുതിയൊരു വോയിസ്, ഓസ്ട്രേലിയൻ വോയിസും കൂടെ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ വോയിസ് ആക്സസ് ചെയ്യാം. ജസ്റ്റ് അതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ടൈപ്പിലെ ഡിഫറെൻറ്റ് ഓസ്ട്രേലിയൻ വോയിസുകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഫോട്ടോസ് ആപ്പിൽ കാര്യമായിട്ടുള്ള കുറച്ച് അഴിച്ചുപണികൾ നടത്തിയിട്ടുണ്ട് ഈ അപ്ഡേറ്റിൽ. ഫോട്ടോസ് ആപ്പിൻ്റെ സെറ്റിംഗ്സിൽ ഷോ ഹിഡൻ ആൽബത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഷോ റീസെൻ്റ്ലി വ്യൂഡ് ആൻഡ് ഷെയർഡ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സെറ്റിംഗ്സിൽ നിന്ന് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനുള്ള പുതിയൊരു ഓപ്ഷനാണ് ആപ്പിൾ ഇതിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് ഫോട്ടോസിൻ്റെ ഫിൽട്ടർ ഓപ്ഷൻ, സോർട്ട് ഓപ്ഷനിൽ ആപ്പിൾ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫിൽട്ടർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾ ഐറ്റംസ് ഫേവറേറ്റ് എഡിറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഓപ്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നോട്ട് ഇൻ ആൽബം എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് വ്യൂ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സൂം ഇൻ സൂം ഔട്ടും ആസ്പെക്ട് റേഷ്യോ ഗ്രിഡും ഉണ്ട്. ഇനി ഫോട്ടോസ് ആപ്പിൻ്റെ ആൽബംസിനകത്തും ആപ്പിൾ സോർട്ട് ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോർട്ട് ബൈ ഡേറ്റ്, മോഡിഫൈ, നെയിം ആൻഡ് കസ്റ്റം ഓർഡർ എന്ന് പറഞ്ഞ പുതിയ സോർട്ട് ഓപ്ഷൻ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങൾ ഐഫോണിൽ നിന്ന് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾ മാക്കിലേക്കോ PC-യിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോട്ടോസ് ആപ്പിൻ്റെ സെറ്റിംഗ്സിൽ യൂസ് ഫേസ് ID എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഇനി മുതൽ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഷെയർ ആകത്തില്ല. ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഇനി മുതൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനും റെസ്യൂം ചെയ്യാനും സാധിക്കുന്നതാണ്. ജസ്റ്റ് ആ ഒരു പോസ്റ്റ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്യൂം എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. പിന്നെ കുറച്ചുകൂടെ ലാർജർ ഡിസ്പ്ലേ ഉപയോഗിക്കുന്ന കാർപ്ലേ യൂസേഴ്സിന് അവരുടെ ഡിസ്പ്ലേയിൽ ഇനി മുതൽ 3 റോ ആപ്ലിക്കേഷൻസ് അതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഇമേജാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നീട് ആപ്പിളിൻ്റെ ഹോം ആപ്ലിക്കേഷനിൽ ഇനി മുതൽ മാറ്റർ എനേബിൾ ചെയ്തിരിക്കുന്ന റോബോട്ട് വാക്യൂംസ് ഹോം ആപ്പിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മുതൽ സഫാരിയിൽ റീസെൻറ്റ് സെർച്ച്, നമ്മൾ പുതിയൊരു വെബ് പേജ് ഓപ്പൺ ആക്കാൻ പോകുന്ന ഈ ഒരു പേജിലേക്ക് പോയി ഇതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മൾ നടത്തിയിട്ടുള്ള റീസെൻറ്റ് സെർച്ചുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. സെറ്റിംഗ്സിൽ പോവുക, സഫാരി സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഷോ റീസെൻറ്റ് സെർച്ച് എന്ന് പറയുന്ന പുതിയൊരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഇവിടുന്ന് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സഫാരി ഓപ്പൺ ചെയ്ത് അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് റീസെൻറ്റ് സെർച്ച് ചെയ്തിരിക്കുന്ന സെർച്ചുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതല്ലായിരിക്കും. നിങ്ങൾ ഐപാഡ് യൂസേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ പുതിയ മെയിൽ ആപ്ലിക്കേഷൻ ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് വന്ന മാറ്റം ആപ്പിൾ TV ആപ്ലിക്കേഷനിലാണ്. അതിൽ നിങ്ങൾക്ക് കാണാം 2 പുതിയ വിഷ്വൽ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന്, ആ ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ സിനിമ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേ ചെയ്യാനുള്ളൊരു ബട്ടൺ ആപ്പിൾ ഇപ്പം ഡയറക്റ്റ്ലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് ഐക്കണും ഏറ്റവും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഏറ്റവും ടോപ്പിലായിരുന്നു ആ ഒരു പ്ലസ് ഐക്കൺ. അതിപ്പോൾ മാറി സൈഡിൽ തന്നെ വലിയ ലാർജർ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് വന്ന മാറ്റം ഷോർട്ട് കട്ട്സ് ആപ്പിലാണ്. ഷോർട്ട് കട്ട്സിൻ്റെ ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻസിൽ ധാരാളം സെറ്റിങ്സുകളാണ് ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ട്സ് ആപ്പ് സെറ്റിങ്സ്, ബുക്ക് സെറ്റിങ്സ്, കലണ്ടർ സെറ്റിങ്സ്, ഫ്രീ ഫോം സെറ്റിങ്സ്, റിമൈൻഡർ സെറ്റിങ്സ്, അങ്ങനെ കുറേയധികം സെറ്റിങ്സ് ആക്ഷൻസ് ആപ്പിൾ ഈ ഒരു ഷോർട്ട് കട്ട്സിൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് iPhone 16 സീരീസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സെറ്റിങ്സിൽ
ക്യാമറ എന്ന് പറയുന്ന സെറ്റിങ്സിനകത്ത് ക്യാമറ കൺട്രോളിനകത്ത് ലോഞ്ച് ക്യാമറ എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ ആപ്പിൾ കൊടുത്തേക്കുന്നത്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ലോഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ക്യാമറ കൺട്രോൾ എന്ന് പറയുന്നത് ഏത് ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ചെയ്ത് വരണം എന്നുള്ള ആക്സസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. കോഡ് സ്കാനർ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുന്നത് കോഡ് സ്കാനർ ആയിരിക്കും. അതുപോലെ തന്നെ മാഗ്നിഫയർ, ഇത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മുതൽ നമുക്ക് മാക്ക് പുതുതായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മാക്കുകൾ, ഇപ്പോൾ നിങ്ങൾ ഐഫോണോ ഐപാഡോ ഒക്കെ സെറ്റപ്പ് ചെയ്യുമ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഐഫോൺ ഉണ്ടെങ്കിൽ പഴയ ഐഫോണിൽ നിങ്ങൾക്ക് പുതിയ ഐഫോൺ സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മാക്കുകളും ഇനി മുതൽ നമുക്ക് ഐഫോണും ഐപാഡും ഉപയോഗിച്ച് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയധികം ചേഞ്ചസ് ആണ് iOS 18.4 അപ്ഡേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഓൾ അക്രോസ് എല്ലാ ഡിവൈസുകളും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്ന കോമൺ ആയിട്ടുള്ള മാറ്റങ്ങൾ. ഇനി ഇതിൽ വന്നിരിക്കുന്ന കുറച്ച് മേജർ ബഗ് ഫിക്സുകളും അതോടൊപ്പം സെക്യൂരിറ്റി പാച്ചസും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പുഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ക്യാമറ ബഗ്. സ്ഥിരം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഐഫോൺ 15, 16 സീരീസ് യൂസേഴ്സിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ് ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല തരത്തിലുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ബഗ്ഗുകൾ. ഒന്ന്, ക്യാമറ ലെൻസുകൾ നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കാതെ വരുന്നു, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ഔട്ട് ആയിട്ട് സ്ക്രീനിലായിരിക്കും ക്യാമറ ഓപ്പൺ ആയി വരുന്നത്, അല്ലെങ്കിൽ ക്യാമറ മോഡുകൾ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാതിരിക്കുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അത് പാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. 2, സ്ക്രീൻ ടൈമിൻ്റെ ഓപ്ഷനാണ്. സ്ക്രീൻ ടൈം നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ ദോ ആ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് റീഇൻസ്റ്റോൾ ചെയ്താലും നമുക്ക് ആ ഒരു സ്ക്രീൻ ടൈം വീണ്ടും ആക്റ്റീവ് ആവുന്നു എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ അത് പാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് കുറേ അധികം യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്ത ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള വൈഫൈ, സെല്ലുലാർ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള കോൾ ഡ്രോപ്പ് ആകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് നെറ്റ്വർക്ക് ഡ്രോപ്പ് ആകുന്ന ആ ഇഷ്യൂ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം അടുത്ത കുറച്ച് ദിവസങ്ങൾ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫോളോ അപ്പ് റിവ്യൂവിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും ആപ്പിൾ 18.4 അപ്ഡേറ്റിൽ മേജർ ആയിട്ടുള്ള കുറേയധികം ബഗ്ഗുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഫൈനലി സെക്യൂരിറ്റി പാച്ചസ്. ആപ്പിളിൻ്റെ ഈ ഒരു സെക്യൂരിറ്റി പേജിൽ പോകുകയാണെങ്കിൽ നമുക്കിവിടെ കുറേയധികം CV എൻട്രീസ് കാണാം. 18.4 iPadOS 18.4 ആക്സസിബിലിറ്റി, അക്കൗണ്ട്, എയർ ഡ്രോപ്പ്, ഓഡിയോ, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം, എനിക്ക് തോന്നുന്നു ഒരു 30-ലധികം സെക്യൂരിറ്റി പാച്ചുകളാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇത് മാത്രം മതി നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയാൻ. സോ ഓവറോൾ ഇതിൻ്റെ പെർഫോമൻസ്, സ്റ്റെബിലിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതിൽ ഐഫോൺ 15 പ്രോയിലും അതോടൊപ്പം തന്നെ മറ്റ് ഡിവൈസുകളും ഇതിൻ്റെ ബീറ്റ വേർഷൻ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിലെല്ലാം കാണാൻ സാധിച്ചത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു iOS 18.4-നെയാണ്. സോ ഓവറോൾ ഡിവൈസിൻ്റെ പെർഫോമൻസിലും ബാറ്ററിയിലും ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ലഭിക്കും അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കുക. നിങ്ങൾക്കിപ്പം ചെയ്യാൻ മടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ താമസിക്കാതെ ഒരു 5 ദിവസത്തിന് ശേഷം ഇതിൻ്റെ ഫോളോ അപ്പ് റിവ്യൂ കൊണ്ടുവരുന്നതായിരിക്കും. അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും നിങ്ങൾ തരുന്ന ഫീഡ്ബാക്കും ചേർത്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ കണ്ടന്റ്സിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക. So this is Milan. Catch you guys next video. Until then, peace.